മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. അമ്മ മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി അൾത്താര മുന്നിൽ കൈകുപ്പി നിന്ന് ആദ്യ കുർബാന തന്നോർമ്മകളും പച്ചകടാതെ മനസ്സിൽ നിറയുമ്പോൾ തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. സ്നേഹമുള്ളവരെ, മദർ ഹോമിൽ നിന്നും ആശംസകൾ പങ്കുവയ്ക്കുന്നു. തലശ്ശേരി അതിരൂപതയുടെ ധ്യാന കേന്ദ്രമായ മദർ ഹോം ധ്യാന കേന്ദ്രത്തിൽ വിവിധങ്ങളായ ശുശ്രൂഷകളെ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കർത്താവ് തരുന്ന മഹാഭാഗ്യത്തെയോട് സ്തോത്രം പറയുന്നു. ഓരോ ആഴ്ചയിലും വിവിധങ്ങളായ ശുശ്രൂഷകളുടെ അനേകരുടെ മനസ്സിലേക്ക് സന്തോഷവും സമാധാനം കൊടുക്കാൻ ദൈവം ബലഹീനരായി ഞങ്ങളെ തിരഞ്ഞെടുത്തല്ലോ എന്നോർത്ത് ദൈവത്തെ ഞാൻ നന്ദിയോടെ വാഴ്ത്തുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഏകദേശം 2 വർഷം മുമ്പ് മദർ ഹോമിൽ ഞാൻ ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുക. ആളുകളൊക്കെ ഞായറാഴ്ച വൈകുന്നേരമാണ് വരിക. വരുമ്പോൾ അവർ സ്വസ്ഥമായ സ്ഥലങ്ങളിലിരിക്കും. 400-450 പേരോളം ഓരോ ആഴ്ചയിലും ധ്യാനത്തുണ്ടാകും. തിങ്കളാഴ്ച രാവിലെ ഞാൻ വന്ന് എല്ലാവരെയും ഒന്ന് സ്ഥലം മാറ്റിയിരുത്തും. അതായത് ചേച്ചി അനിയത്തി ഉണ്ടെങ്കിൽ അടുത്തിരിക്കുന്നത് മാറിയിരിക്കട്ടെ, അല്ലെങ്കിൽ അപ്പനും മോനുണ്ടെങ്കിൽ ഒന്ന് മാറിയിരിക്കട്ടെ. അതായത് അപരിചിതമായ ആളുകളുടെ അടുത്ത് നിന്ന് കുറച്ചും കൂടെ ശ്രദ്ധിച്ച് വചനം കേൾക്കാം, കുറച്ചും കൂടെ പ്രാർത്ഥിക്കാം എന്നൊക്കെയുള്ള ഒരു മനഃശാസ്ത്രപരമായ ക്രമീകരണം എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ആളുകളെ മാറ്റിയിരുത്തിയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, മുമ്പിൽ നിന്ന് 4ാമത്തെ ലൈനിലിരിക്കുന്ന ഒരു പയ്യനെ, അടുക്കിരിക്കുന്ന പയ്യനാണ്. ഞാൻ എല്ലാവരെയും മാറ്റിയിരുത്തിയിട്ട് കഴിഞ്ഞ ശേഷം നോക്കി, എല്ലാം ഭംഗിയാണോ എന്ന് നോക്കിയപ്പോൾ ഈ 4ാമത്തെ ലൈനിലിരിക്കുന്ന പയ്യൻ അവിടെ ഇരുന്നുകൊണ്ട് എന്നെ കൈവൊക്കി ഇങ്ങനെ കാണിച്ചു, കൊള്ളാം എന്ന രീതിയിൽ. എൻ്റെ അച്ഛൻ ചെയ്ത എന്തോ നല്ല കാര്യം എന്ന നിലയിൽ അവനെ കൈവൊക്കി ഇങ്ങനെ കാണിച്ചു. അപ്പം എനിക്കൊരു മനസ്സ് സന്തോഷം തോന്നി. ഞാൻ അവനെ ചിരിച്ചു കാണിച്ചു. എൻ്റെ സുശുദ്ധമായ ശൈലിയിൽ ഞാനും അവനെ കൈവൊക്കി കാണിച്ചു, കൊള്ളാടാന്ന്. ഏതായാലും ആദ്യത്തെ ക്ലാസ് വേറൊരു സഹോദരൻ്റെ ആയിരുന്നു. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ക്ലാസ് എടുക്കാൻ വേണ്ടി ഞാൻ കയറി വന്നപ്പോൾ ഞാൻ കയറി വരുന്ന വഴിക്ക് തന്നെ ഇവൻ വാതിലിൻ്റെ അടുത്ത് തന്നെ നോക്കി നിൽപ്പുണ്ട്. ഇങ്ങ് കയറാൻ തുടങ്ങിയപ്പോൾ അവൻ അവിടെ നിന്ന് എന്നെ ഒന്ന് തോണ്ടി. അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി. അപ്പം അവൻ എന്നെ ചിരിച്ചു കാണിച്ചുകൊണ്ട് നേരെ ഹോളിലേക്ക് വന്നു. ഞാനൊന്ന് സ്വസ്ഥമായി ചിരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങുമ്പോൾ ഞാനിങ്ങനെ ആളുകളെ നോക്കി ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ ഇവൻ്റെ നേരെ എൻ്റെ നോട്ടം വന്നപ്പോൾ അവൻ അവിടെ ഇരുന്ന് എന്നെ കണ്ണിറുക്കി കാണിച്ചു. എനിക്ക് ആദ്യം ഒരു ചമ്മലും വിഷമം തോന്നിയെങ്കിലും ഞാനും ഒരു
മടുപ്പെന്ന് കൂടെ രസകരം എടുത്തുകൊണ്ട് അടുത്ത കണ്ടൊക്കെ ഞാനും കാണിച്ചു. അപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി. അവൻ നന്നായി ഒന്ന് ചിരിച്ചു. അതിനുശേഷം ഞാൻ ക്ലാസ് എടുത്തിങ്ങനെ പോകുമ്പോൾ എപ്പോഴൊക്കെ അവൻ്റെ നേരെ നോട്ടം വരുന്നോ അന്നേരമൊക്കെ അവനൊന്നിങ്ങനെ കണ്ണിൽ കാണിക്കും, അല്ലെ പിരി ഒന്ന് വളച്ചു കാണിക്കും, അല്ലെ കൈ കൊണ്ടിങ്ങനെ കാണിക്കും. അവൻ്റെ ഭയങ്കര ശക്തമായ ഫീഡ്ബാക്ക്. അവൻ ഭയങ്കരമായി എൻ്റെ ക്ലാസ്സൊക്കെ ശ്രദ്ധിക്കുന്നു. ഞാൻ നോക്കുമ്പോൾ അവൻ്റെ മുഖത്തൊന്ന് കണ്ണ് പറിക്കുന്നില്ല. എൻ്റെ വായിലേക്ക് നോക്കി അവൻ ഇരിക്കുക. ആദ്യമൊക്കെ രസമാണെന്ന് തോന്നി. പിന്നെ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് തന്നെ വല്ലാതെ തോന്നി ഇതെന്തൊരു വായ്നോട്ടമാണെന്ന്. എപ്പം നോക്കിയാലും അവൻ എൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുക. എപ്പം നോക്കിയാലും അവൻ്റെ നേരെ കണ്ണു വന്നാലും അവൻ എന്തെങ്കിലും ആക്ഷൻ കാണിക്കും. ഒന്ന് കൈ ഇങ്ങനെ പൊക്കി കാണിക്കും, അല്ലെ അവൻ ചിരിച്ച് കാണിക്കും, അല്ലെ എന്തെങ്കിലും കാണിക്കും. അവൻ കൈ ഇങ്ങനെ വിറപ്പിച്ച് കാണിക്കും. ഞാൻ വിചാരിച്ചു എന്താ സംഭവം. ആദ്യത്തെ 1 മണിക്കൂർ ഞാനിത് ആസ്വദിച്ചെങ്കിലും പിന്നെ ആയപ്പോൾ എനിക്കെൻ്റെ പ്രസംഗിക്കാനുള്ള ഫ്ലോ അങ്ങ് കുറഞ്ഞു. ഇവൻ്റെ ഈ ആക്ഷൻ കാരണം എൻ്റെ ശ്രദ്ധ പതറാൻ തുടങ്ങി. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ അവനെ നോക്കാതെ മറുവശത്തേക്ക് നോക്കി പ്രസംഗിക്കാൻ തുടങ്ങി. അവനെ നോക്കുന്നത് പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ അവൻ്റെ നേരെ വന്ന് അന്നേരം അവനോട് കൈ പൊക്കി ഇങ്ങനെ കാണിക്കും, അല്ല കണ്ണൂർ കാണിക്കും. എനിക്കൊരു സംശയം തോന്നി. ഞാൻ അവനെ ശ്രദ്ധിച്ചു. നോക്കുമ്പോൾ ഒരു 20-22 വയസ്സ് പ്രായ ചെറുപ്പക്കാരൻ, നല്ല വെളുത്ത നിറം, ക്ലീൻ ഷേവ്. എനിക്ക് വെറുതെ ഒരു സംശയം തോന്നി, ഇവൻ വല്ല ചാന്തുപൊട്ടങ്ങാനാണോന്ന്. പെണ്ണ് സ്വഭാവമുള്ള ആമ്പിളരെ കുറിച്ച് പറയുന്ന വാക്കാ ചാന്തുപൊട്ട്. ഇവൻ വല്ല ചാന്തുപൊട്ടാണ്. ഇവൻ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ചിന്ത വന്നപ്പോഴേ അറിയാണ്ടൊരു ചമ്മൽ എനിക്ക് തോന്നി. ഇവനെയാണോ ഞാൻ കണ്ണിറക്കി കാണിച്ചത്. ആ ക്ലാസ് കഴിഞ്ഞും അടുത്ത ക്ലാസ്സിൽ ഞാൻ കയറി വരുന്ന വഴിക്ക് തന്നെ ഇവൻ എന്നെ ഒന്ന് തോണ്ടി വെച്ച് പോയി. അപ്പോഴേക്കും എനിക്ക് നല്ല ഉറപ്പായി ഇവന് ചാന്തുപൊട്ടാണ്. പിന്നെ ഞാൻ ക്ലാസ്സിൽ വന്ന് ക്ലാസ് എടുക്കുമ്പോഴേക്ക് എപ്പോഴൊക്കെ ഇവൻ്റെ അടുത്ത് വരുമ്പോഴേക്ക് ഇവൻ അവിടുന്ന് എന്നെ എന്തെങ്കിലും ആക്ഷൻ കാണിക്കും. ആദ്യം രസകരമായി എടുത്ത് ഇത് എനിക്ക് ഭയങ്കര അസ്വസ്ഥയായി, പ്രസംഗിക്കാൻ വിഷമമായി തുടങ്ങി. അന്ന് ഉച്ചവരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. പിറ്റേ ദിവസം ക്ലാസ്സൊക്കെ വരുന്ന നേരമായപ്പോഴേക്കും ഞാൻ ശുശ്രൂഷയ്ക്ക് നിൽക്കുന്ന ബ്രദറിനോട് പറഞ്ഞു വെച്ചു, ഒരു കാര്യം ചെയ്യണം, ആ 4ാമത്തെ ലെയറിൽ നടുക്ക് നിൽക്കുന്ന പയ്യനെ കൊണ്ട് ഏറ്റവും പുറകെ കൊണ്ടിരുത്തിയേക്കണം എന്ന് പറഞ്ഞു. അവൻ മുമ്പിലിരുന്ന് എന്നെ കണ്ണിറക്കി കാണിച്ച് എൻ്റെ നേരെ ചിരിച്ച് കാണിക്കുമ്പോൾ എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ല. ശുശ്രൂഷകർ ഇവനെ സ്നേഹപൂർവ്വം പറഞ്ഞ് പിടിച്ചൊരുക്കി അവനെ ഏറ്റവും പുറകത്തെ ലൈനെ കൊണ്ടിരുത്തി. പിന്നെ അത്രയും ദൂരത്തിലാണല്ലോ, പിന്നെ കാണുകയല്ലോ. അപ്പോൾ ക്ലാസ്സിൽ കാണുന്നപ്പോൾ ഇവനെ കാണുന്നില്ല. എനിക്ക് സന്തോഷമായി. പക്ഷേ അടുത്ത ക്ലാസ് വന്നപ്പോൾ ഞാൻ കണ്ട രംഗം എന്താണെന്ന് വെച്ചാൽ ഇവൻ ഇവിടെ തന്നെ പോന്നിരിപ്പുള്ളൂ. ഇവിടെ ഇരുന്ന ചേട്ടനെ ഇവൻ എങ്ങനെയോ സോപ്പിട്ട് ഇവൻ തന്നെ പുറകോട്ട് വിട്ടച്ച് ഇവൻ പഴയ സ്ഥലത്ത് തന്നെ പോന്നിരിക്കുക. എനിക്കാകെ ദേഷ്യം പറയാൻ തുടങ്ങി. ഇവൻ എൻ്റെ മുഖത്തുനിന്ന് കണ്ണെടുക്കുന്നില്ല, ഇവൻ എന്നെ നോക്കിയിരിക്കുന്നു. വല്ലാത്ത അസ്വസ്ഥ. ആ ദിവസം ഞാൻ ചിന്തിച്ചു, എന്തൊരു മോശം സ്വഭാവം, ഇങ്ങനെയുണ്ടോ ആമ്പിള്ളേർ. ഇവനെ വഴക്ക് പറഞ്ഞാലും. പിന്നെ ഞാൻ ചിന്തിച്ചു, നല്ല ധ്യാനത്തിന് വന്നിട്ട് ചുമ്മാ ധ്യാനഗുരു വഴക്ക് പറഞ്ഞൊന്ന് കേൾപ്പിക്കണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ക്ഷമിച്ചങ്ങ് നിൽക്കുക. ഏതായാലും 3-ാം ദിവസമായപ്പോൾ ഞാനിങ്ങനെ അനൗൺസ് ചെയ്തു, അച്ഛനെ വ്യക്തിപരമായി കണ്ട് പ്രാർത്ഥിക്കേണ്ടവരുണ്ടെങ്കിൽ വരാൻ. അങ്ങനെ ആളുകൾ എൻ്റെ മുറിയുടെ മുമ്പിൽ വന്ന് ക്യൂ നിൽക്കും എന്നെ കാണാൻ വേണ്ടിയിട്ട്, പ്രാർത്ഥിക്കാൻ വേണ്ടി. ഞാൻ എൻ്റെ മുറിയിലേക്ക് ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ ആളുകളെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ കുറേ പേര് ക്യൂ നിൽപ്പുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ ഒരു 2-3 മിനിറ്റ് സമയം എടുത്തൊന്ന് കണ്ട് പ്രാർത്ഥിച്ചു വിടുക, ഇതാണ് എൻ്റെ ലക്ഷ്യം. ഞാനിങ്ങനെ കയറി പോകുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു ഇവനും ക്യൂവിൽ നിൽപ്പുണ്ട്. ഞാൻ ഈ കയറി പോരുന്ന വഴിക്ക് ഇവനൊന്നും കൂടെ തോണ്ടി. എനിക്ക് ദേഷ്യം വന്ന് ഞാൻ തിരിഞ്ഞൊന്ന് നോക്കി. എന്നിട്ട് ഞാൻ ഒന്നും മിണ്ടാതെ കയറിപ്പോയി. ഞാൻ എൻ്റെ മുറിയിൽ ചെന്നിരുന്നു. അപ്പോൾ ആളുകൾ ഓരോരോ കയറി വരുന്നു. അപ്പോൾ അവർക്കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എൻ്റെ മനസ്സ് ചിന്തിച്ചു, ഇവൻ കയറി വരട്ടെ, 2 വർത്താനം കൊണ്ട് പറയണം. ഏതായാലും ഞാൻ എൻ്റെ മുറി ഇരിക്കുമ്പോൾ ഇവൻ കയറി വന്നു. കയറി വന്നപ്പോൾ ഇവൻ തന്നെയല്ല കയറി വന്നത്, ഇവൻ്റെ കൂടെ ഒരു സ്ത്രീ കൊണ്ടുണ്ട്. എനിക്ക് മനസ്സിലായി ഇവൻ്റെ അമ്മയാണെന്ന് മനസ്സിലായി. അമ്മയും മോനും കൂടെ എൻ്റെ മുറിയിൽ എൻ്റെ മുമ്പിൽ കസേരയിൽ പോന്നിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ പ്രാർത്ഥിക്കേണ്ടത്, എന്തുണ്ട് വിശേഷം എന്ന് ചോദിച്ചു. മനസ്സിലെ ദേഷ്യം ഒതുക്കിക്കൊണ്ട് തന്നെ ശാന്തമായി ചോദിച്ചു, എന്താ അച്ഛൻ പ്രാർത്ഥിക്കേണ്ടത്, എന്താ വിശേഷം. അപ്പോൾ അമ്മ പറഞ്ഞു, അച്ഛൻ ഇവന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം അച്ഛാ. എൻ്റെ മനസ്സിൽ പറഞ്ഞ് ഇവന് 2 വഴക്ക് പറയാൻ വേണ്ടി ഞാൻ ഇരിക്കാം. എന്നാലും ഞാനത് മറിച്ച് ചോദിച്ചു, എന്ത് പറ്റി ഇവന്. അപ്പോൾ അമ്മ പറയാം, അച്ഛനെന്ത് ഇവനെ ശ്രദ്ധിച്ചാച്ചാ, ഇവന് വേണ്ടി അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കണം, ഇവൻ്റെ താല്പര്യത്തിന് ഇവന് വേണ്ടി ഞാൻ ധ്യാനത്തിൽ വന്ന അച്ഛാ, ഇവനൊരു ധ്യാനം കൂട്ടെന്ന് പറഞ്ഞ് ഇവനെയും കൊണ്ട് വന്ന അച്ഛനൊന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ ചോദിച്ചു, എന്താ പ്രത്യേകം പ്രാർത്ഥിക്കുന്നത്, അച്ഛനും ഇവനെ മനസ്സായില്ല അച്ഛാന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ ഇവനെ ശ്രദ്ധിച്ചത്. ഞാൻ ശ്രദ്ധിക്കുമ്പം കാണുന്ന രംഗം എന്താണെന്ന് വെച്ചാൽ ഇവൻ എൻ്റെ മേശപ്പുറത്തുനിന്ന് പേപ്പർ എടുത്ത് അവൻ പേന എടുത്ത് ഒരു പേപ്പറിൽ എന്തോ എഴുതുക. ഒരു ചെറിയ പേപ്പർ എഴുതി ആ പേപ്പർ എൻ്റെ നേരെ വീട്ടിൽ തന്നു.
ഞാൻ പേപ്പർ നോക്കിയപ്പോൾ അവൻ എഴുതി തന്നേക്കുക അച്ഛനെ എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് കണ്ടപ്പോഴേക്കും എനിക്ക് ആകെ അസ്വസ്ഥമായി. ഇവന് എൻ്റെ മുമ്പിൽ വെച്ച് ലവ് ലെറ്ററും കൂടെ എഴുതും, അച്ഛനെ എനിക്ക് ഇഷ്ടമാണെന്ന്. ഇത് വെച്ച് ഞാൻ ചോദിച്ചു എന്നതാ അച്ഛൻ പ്രാർത്ഥിക്കണത്. അപ്പോൾ അമ്മ പിന്നെ എന്നോട് ദേഷ്യപ്പെട്ടതോട് ചോദിക്കുക, അച്ഛനൊന്ന് ശ്രദ്ധിച്ചാച്ചാ, അച്ഛൻ ഇവനോട് പ്രത്യേകം പ്രാർത്ഥിക്കണം അച്ഛാ. ഞാൻ ചോദിച്ചു എന്താ ഇവന് അസുഖമുണ്ടോ ക്ഷീണമുണ്ടോ? അപ്പോൾ അമ്മ പറയുക അതൊന്നും അല്ല അച്ഛാ, ഡെഫ് ആൻഡ് ഡംപാണ്. ഞാനിങ്ങനെ അപ്പോൾ കണ്ണ് തുറിച്ചങ്ങ് നോക്കി. ഇവൻ എന്നെ ചിരിച്ചു നോക്കിക്കൊണ്ടിരിക്കുക. അച്ഛാ, ഇവൻ സംസാരിക്കാനാവാത്ത, ചെവി കേൾക്കാൻ വയ്യാത്ത പൊട്ടനാച്ചാ. അച്ഛനൊന്ന് കാര്യമായി പ്രാർത്ഥിക്കണം അച്ഛാ. പെട്ടെന്നൊരു ഇടിമിന്നൽ പോലെ എൻ്റെ തലയിൽ കൂടെ എന്തോ കടന്നുപോയി. എൻ്റെ ദൈവമേ, ഈ ചെറുക്കനെയാണ് 2 ദിവസം ഞാൻ സംശയിച്ചിരുന്നത്. പെട്ടെന്ന് എനിക്ക് മനസ്സിലായി ഇവൻ എന്താണ് മുമ്പിൽ വന്നിരുന്നത് സംസാരിച്ചതൊക്കെ. ഇവന് ഞാൻ പറയുന്ന ഒരു പ്രസംഗം കേൾക്കത്തില്ല, പക്ഷേ ഇവൻ എൻ്റെ ചുണ്ടനങ്ങുന്നുണ്ടാ കുറേ കാര്യം മനസ്സിലാവും. അതുകൊണ്ടാണ് പുറകിക്കൊണ്ട് ഇരുത്തിയിട്ടും അവൻ മുമ്പിൽ കയറി വന്നിരുന്നത്. എന്തോ സ്വരം അവന് ചെറിയ മുഴക്കം പോലെ തോന്നും, അത് കാണാൻ വേണ്ടി കേൾക്കാൻ വേണ്ടി മുമ്പിൽ പോന്നിരുന്നത്. മാത്രമല്ല ഞാൻ കയറി വന്ന് അവനെ നോക്കിയപ്പോൾ, അവൻ എന്നെ നോക്കി ചിരിച്ചപ്പോൾ, ഞാൻ അവനോട് നോക്കി ചിരിച്ചപ്പോൾ അവന് മനസ്സിലായി, അവന് തോന്നിയത് അവൻ്റെ ഭാഷ എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന്. ഈ ഡെഫ് ആൻഡ് ഡംബ് ആൾക്കാർക്കൊരു സൈൻ മെത്തേഡുണ്ട്, അവരുടെ ഭാഷ. അത് എനിക്ക് അറിയാം എന്ന് വെച്ചാണ് അവൻ ഈ ആക്ഷനൊക്കെ എന്നെ കാണിക്കുന്നത്. ഇങ്ങനെയൊക്കെ ആക്ഷൻ കാണിച്ചാൽ കൊള്ളാമെന്ന ഞാൻ പ്രസംഗം പറഞ്ഞു വരുമ്പോൾ ഞാൻ പെരുമാറുന്നത് കൊള്ളാമെന്നാണ് പറയുന്നത്. അവരിങ്ങനെ കൈ വിറപ്പിക്കുന്നത് കൈയടിക്കുന്നതിന് ഭാഗമായിട്ടാണ്. കൈയടിച്ചാൽ ഒച്ച ഉണ്ടാവും, ഈ ഒച്ച ഇവർക്ക് കേൾക്കത്തില്ല, അതുകൊണ്ട് അവർ കൈ വിറപ്പിക്കുകയുള്ളൂ. ഇവനിങ്ങനെ കൈ വിറപ്പിച്ച് കാണിച്ചത് എൻ്റെ പ്രസംഗം അവൻ ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ്. അവനെന്നെ തോണ്ടിയത് അച്ഛനോട് കൂട്ടണമെന്ന് കാണിക്കണം. പെട്ടെന്ന് എൻ്റെ മനസ്സൊരു ചമ്മൽ വന്നു. ദൈവമേ, ഈ ചെറുക്കിനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ. ഞാൻ എൻ്റെ കസേരയിൽ നിന്ന് എഴുന്നേറ്റെന്ന് ഇവനെ കെട്ടിപ്പിടിച്ച് മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിച്ചു. ഞാൻ അവനെ പ്രാർത്ഥിച്ചു വിട്ടു. പോയി കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പം അവൻ്റെ അമ്മ എന്നെ വിളിച്ചു, അച്ഛാ ജോബി എന്ന പയ്യന്നൂർ, അച്ഛാ ജോബി നിർബന്ധിക്കുക അച്ഛാ ഇനി ഒരു ധ്യാനത്ത് വരണമെന്ന്. വേറെ എവിടെയും പോകുന്നില്ല, അച്ഛൻ്റെ അടുത്ത് തന്നെ വരണം എന്ന് പറഞ്ഞ് അവൻ ശാഠ്യം പിടിക്കുക. അമ്മ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവനെ കൊണ്ട് എൻ്റെ അടുത്ത് പിന്നെയും ധ്യാനത്ത് വന്നു. ഞാനിങ്ങനെ ചിന്തിച്ചു, ഞാൻ പറഞ്ഞ ഒരു പ്രസംഗം അവൻ കേട്ടിട്ടില്ല, പാടിയ ഒരു പാട്ടും അവൻ കേട്ടില്ല, സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഒരു സ്തുതിപ്പ് അവൻ്റെ ചെവിയിൽ എത്തിയിട്ടില്ല. പക്ഷെ അവൻ പറഞ്ഞെന്താ, ധ്യാനം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം അവൻ ആക്ഷൻ കാണിച്ചപ്പോൾ ഞാനും ആക്ഷൻ കാണിച്ചു. പ്രിയപ്പെട്ട, അന്ന് തൊട്ട് ഞാൻ കൊണ്ടുവയ്ക്കും ഇത്തരത്തിലുള്ള എത്രയോ ആളുകളാണ് ലോകത്തിൽ. ആ പയ്യൻ 2 പ്രാവശ്യം കൂടെ വന്നു. ഓരോ പ്രാവശ്യം വരുമ്പോഴും അവൻ കുറേ സ്നേഹത്തോടെ എന്നെ പെരുമാറുന്നത്. അമ്മ പറഞ്ഞു, അച്ഛാ ഒരു വാക്ക് കേൾക്കുന്നില്ലെങ്കിലും അവന് ധ്യാനം ഭയങ്കര ഇഷ്ടമാണ് അച്ഛാ. പ്രിയപ്പെട്ട, ഇത് ഞാൻ പങ്കുവെച്ചത് 2 ചിന്തകൾ പങ്കുവയ്ക്കാണ്ട്. ഒന്ന്, നമ്മളൊക്കെ എന്തോരം പ്രസംഗിക്കുന്നു എന്നുള്ളതല്ല പ്രിയപ്പെട്ട പ്രധാനപ്പെട്ടത്, നമ്മൾ എങ്ങനെ ആളോട് പെരുമാറുന്നു എന്നാണ് പ്രധാനപ്പെട്ടത്. ഞാൻ പറഞ്ഞ ബൈബിൾ വചനങ്ങൾ ഒന്നും അവൻ കുറിച്ചെടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞ ഒരു വചനം അവന് കേട്ടിട്ടില്ല. പക്ഷെ അവന് ധ്യാനം ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര ഇഷ്ടത്തോടെ. കാരണം ഞാൻ അവനെ നോക്കി ചിരിച്ചു, ഞാൻ അവനെ ആക്ഷൻ കാണിച്ചു. അവൻ തോണ്ടിയപ്പോൾ ഞാൻ നിന്നു, അവൻ്റെ നേരെ ഞാൻ നോക്കി. നമ്മുടെ കുഞ്ഞു കുഞ്ഞു ശ്രേഷ്ഠകൾക്കൊക്കെ ഒരു സുവിശേഷ പ്രഘോഷത്തിന് ദൗത്യം ഉണ്ടായിട്ടില്ലേ? അപ്പോഴാണ് ഞാൻ ബൈബിൾ പിന്നെയും വായിച്ചത്, ഈശോ അവരെ തൊട്ടു, ചെവി കൈയിട്ടു, നാവേൽ കുറിച്ചു, കണ്ണി തുപ്പി, കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചെന്ന് പറയുമ്പോൾ ആ ആക്ഷനിലൂടെ ഈശോ അവൻ്റെ ജീവിതത്തിൽ കടന്നു ചെല്ലുകയായിരുന്നു. എല്ലാ വാക്കുകളിലൂടെയല്ല കടന്നു ചെല്ലുന്നത്. എല്ലാവരോടും അച്ചടി ഭാഷയിൽ പ്രിൻ്റ് ഭാഷയിൽ പറയുന്ന സ്നേഹവാക്കുകളൊന്നല്ല. ഒരു തലോടലും ഒരു തൊടലും ഒക്കെ സ്നേഹത്തിൻ്റെ സുവിശേഷങ്ങൾ തന്നെയാണ്. ബാലികയെ എഴുന്നേക്കുമെന്ന് പറഞ്ഞ് കയ്യെ പിടിച്ചപ്പോൾ തന്നെ ആ കൊച്ചു എഴുന്നേറ്റ് പോയില്ലേ? ഈശോ ഒരാളുടെ അടുത്ത് ചെന്ന് തൊട്ടു പ്രാർത്ഥിച്ചു, കണ്ണിൽ തുപ്പി, കയ്യെ പിടിച്ചു എന്നൊക്കെ കേൾക്കുമ്പോഴവർക്കും സുവിശേഷ പ്രഘോഷത്തിന് പ്രിൻ്റ് ഭാഷ മാത്രമല്ല ആക്ഷനുകളും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ, കുടുംബത്തിലൊക്കെയും സമൂഹത്തിലൊക്കെ എപ്പോഴും ഒക്കെ ചിന്തിക്കേണ്ട മേഖലകളാണ്. നമ്മൾ വിചാരിക്കും ബൈബിളിലെ വചനങ്ങൾ കാണാപ്പാഠം പഠിച്ചാൽ, അതൊരു 1001 വചനങ്ങൾ പറഞ്ഞു പഠിച്ചാൽ ഇതുകൊണ്ടൊക്കെ നവീകരണം ഉണ്ടാവുന്നു. പഠിച്ചോ, പക്ഷെ അതിനേക്കാൾ കൂടുതൽ സ്നേഹത്തോടൊക്കെ പെരുമാറാൻ പഠിക്കണ്ടേ? പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ, സമൂഹത്തിൽ എല്ലാം പെർഫെക്റ്റായുള്ള ആളുകൾ മാത്രമല്ലല്ലോ ഉള്ളത്. ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്നൊക്കെ പറയുന്ന ആളുകളുമില്ലേ? അതായത് വ്യത്യസ്തരായ ആളുകളുണ്ട്.
അതായത് കണ്ണും ചെവിയും മൂക്കും കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്ന നടക്കുന്ന ആൾക്കാരിൽ ഇതില്ലാത്ത ഒരു 10% ആൾക്കാരുണ്ട്. നന്നായി നടക്കാൻ പറ്റാത്ത ആളുകളില്ലേ, കാലിന് മുടന്നുള്ളവർ, കണ്ണ് ശരിക്കും കാണാൻ പറ്റാത്ത ആൾക്കാരില്ലേ, അന്ധര്, ചെവി കേൾക്കാൻ പറ്റാത്ത ആൾക്കാരില്ലേ, സംസാരിക്കാൻ പറ്റാത്ത ആൾക്കാരില്ലേ. അതായത് വ്യത്യസ്തരായ ആളുകളുടെ ഭാഷയെ നമ്മൾ നേടിയെടുക്കണ്ടേ. പലപ്പോഴും നമ്മുടെയൊക്കെ ഫോക്കസ് മുഖ്യധാരയിൽ നിൽക്കുന്ന ആളുകളെക്കുറിച്ച് മാത്രമാണ്. ഈ മുഖ്യധാരയിൽ നിന്ന് മാർജിനലൈസ് ചെയ്ത് പോയതാണ്. തള്ളി മാർജിൻ്റെ പുറത്തിറങ്ങിപ്പോയ ആളുകളില്ലേ, ഇവരുടെ കാര്യം ആര് നോക്കും? അപ്പോഴാണ് ഇന്ത്യയുടെ ഭരണഘടന എഴുതി വെച്ച അംബേദ്കറെയൊക്കെ നമ്മൾ പൂവിട്ട് പൂജിക്കേണ്ടത്. എല്ലാ നിയമങ്ങളും എല്ലാ വികസനങ്ങളും എല്ലാ വളർച്ചകളും എല്ലാ സാധ്യതയെക്കുറിച്ച് എഴുതിയപ്പോഴും ആ മനുഷ്യൻ പറഞ്ഞു ബലഹീനരും ദുർബലരുമായ ആളുകൾക്ക് പ്രത്യേക പരിഗണന കൊടുക്കണമെന്നും. അതിനാണ് സംവരണം എന്ന വാക്ക് തന്നെ കണ്ടെത്തിയത്. ദളിതരായ ആളുകൾക്ക് സംവരണം കൊടുക്കണം, വികലാംഗർക്ക് സംവരണം കൊടുക്കണം, കണ്ണ് കാണാൻ പോയി സംവരണം കൊടുക്കണം, എങ്കിലേ അവർക്ക് കയറി വരാൻ പറ്റുള്ളൂ. അതായത് നമ്മുടെ മനസ്സിൻ്റെ നന്മ എന്ന് പറഞ്ഞു വെക്കുന്നത് മുഖ്യധാരയിൽ കഴിവുള്ള ആളുകളെ മാത്രം ഫോക്കസ് ചെയ്യുന്നല്ല, ബലഹീനരെ ഫോക്കസ് ചെയ്യുന്ന. പ്രിയപ്പെട്ടവരെ, ഇതെന്നും എൻ്റെ മനസ്സിൽ കൊണ്ടൊക്കെ ചിന്തിക്കാം. നമ്മുടെ സമൂഹത്തിൽ വ്യത്യസ്ത ആളുകളുണ്ട്. ചിലപ്പോൾ ഓട്ടിസം വന്ന് ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികളുണ്ടാകാറുണ്ട്, കണ്ണ് കാണാൻ വയ്യാത്തവരുണ്ടാകാറുണ്ട്, ചിലപ്പോഴൊക്കെ ബുദ്ധി വളർച്ചയില്ലാത്ത കുഞ്ഞുങ്ങളുണ്ടാകാറുണ്ട്, നടക്കാനാവാത്ത ആളുകളുണ്ടാണ്. അതൊന്നും അവരുടെ തെറ്റുകൊണ്ട് സംഭവിക്കുന്നില്ല. ചിലരുടെ ഫ്രെയിം വർക്കുകൾ അങ്ങനെയാണ്, ചില ശരീരത്തിൽ അങ്ങനെയാണ്, ചിലരുടെ രീതികൾ എങ്ങനെയാണ്. ഈ ഓട്ടിസമുള്ള കൊച്ച് എന്ത് തെറ്റിയതിട്ടാണ് ഓട്ടിസം ഉണ്ടായത്? പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പോലെ പക്വതയുള്ള ആളുകൾ അതിനെ നോക്കാൻ വേണ്ടി ദൈവം തരുന്ന ഉദാഹരണങ്ങളത്. ചിലപ്പോഴൊക്കെ സംസാരിക്കാനാവാത്ത ഡെഫ് ആൻഡ് ഡംബ് ആളുകൾ, അവരുടെ ജീവിതത്തെ അടുത്തറിയണം. അവർക്ക് അവരുടേതായ ആഗ്രഹങ്ങളില്ലേ, അവർക്ക് ജീവിതത്തിലെ എല്ലാ മോഹങ്ങളും ഇല്ലേ, അവർക്ക് പഠിക്കാൻ കഴിവില്ലേ, കലാകാരന്മാരില്ലേ അവരുടെ കൂടുതൽ. പ്രിയപ്പെട്ടവരെ, ഇത് ഞാൻ പങ്കുവെച്ചത് അന്ന് വന്ന ജോബി എന്ന പയ്യനെ കണ്ട് ധ്യാനിപ്പിച്ചപ്പോൾ മുതൽ എൻ്റെ മനസ്സിലുണ്ടായിക്കൊണ്ടുന്ന ചിന്തയായിരുന്നു, ഇങ്ങനെ വ്യത്യസ്തരായ ആളുകളോട് സുവിശേഷം പ്രസംഗിക്കണമെന്ന്. അതിനുവേണ്ടി കഴിഞ്ഞ മാസം വളരെ വ്യത്യസ്തമായ ധ്യാനം ഞാൻ മദർ ഹോമിൽ നടത്തി. അതായത് ഡെഫ് ആൻഡ് ഡംബ് ആളുകൾക്ക് വേണ്ടി, ചെവി കേൾക്കാനാവാത്ത സംസാരിക്കാനാവാത്ത ആളുകളും. ഞങ്ങളുടെ രൂപതയിൽപ്പെട്ട ബഹുമാനപ്പെട്ട പ്രിയേഷ് കളരിമുറിയിൽ എന്നൊരു അച്ഛൻ ഈ മേഖലയിൽ വലിയ താല്പര്യമുള്ള അച്ഛനാണ്. അച്ഛനായതിനു ശേഷം 10 വർഷം കഴിഞ്ഞപ്പം 2 വർഷത്തെ ബ്രേക്ക് എടുത്ത് ഇവരുടെ ഭാഷ പോയി പഠിച്ചു, പൂനെയിൽ പോയി പഠിച്ചു. ഈ സൈൻ മെത്തേഡ് പഠിച്ച് അച്ഛൻ തിരിച്ചു വന്നു. ഇപ്പോൾ അച്ഛന് ഇടവക ജീവിതത്തിനൊപ്പം അച്ഛൻ്റെ സുവിശേഷ വേലയായി ഇങ്ങനെ ഡെഫ് ആൻഡ് ഡംബ് ആളുകൾ ശ്രദ്ധിക്കാം, അവരെ കുമ്പസാരിപ്പിക്കുന്നു. സാധാരണ അച്ഛൻ കുമ്പസാരിപ്പിക്കുന്നില്ല. സാധാരണ അച്ഛൻ പാവം പറഞ്ഞ് അച്ഛൻ ആശ്രമം, ഇത് അവർ വന്ന് അവിടെ ആക്ഷനിലൂടെ പറയുന്നത്, അവർക്ക് ഉപദേശം കൊടുക്കുന്ന ആക്ഷനിലൂടെയാണ്. ഞാൻ അത്ഭുതത്തിൽ നോക്കുന്നു അച്ഛൻ എങ്ങനെ കുമ്പസാരിപ്പിക്കുന്നതെന്ന്. അവർ കൗൺസിലിംഗ് നടത്തുന്നു. ഞാനൊരിക്കലും അച്ഛനോട് അച്ഛാ ധ്യാനിപ്പിക്കാം അച്ഛാ, അച്ഛൻ പറഞ്ഞ് ഞാൻ സഹായിക്കാം അച്ഛാ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി 2 ദിവസം ധ്യാനം വെച്ചു. കഴിഞ്ഞ ദിവസം 50ഓളം പേര്, ഈ കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ നിന്നൊക്കെ 50ഓളം പേര് ഡെഫ് ആൻഡ് ഡംബ് ആൾക്കാർ. ഞാൻ അത്ഭുതത്തോടെ ആസ്വദിച്ച ധ്യാനം. ഞാൻ കുർബാന ചൊല്ലിയപ്പോൾ അച്ഛനാ പുറകിൽ നിന്നുകൊണ്ട് അച്ഛൻ ആക്ഷനിലൂടെ കുർബാന മുഴുവൻ കാണിച്ചു കൊടുത്തവരെ. ഞാൻ പ്രസംഗം പറഞ്ഞപ്പോൾ അച്ഛൻ ആക്ഷനിലൂടെ കാണിച്ചു കൊടുത്തു. അച്ഛൻ അവരെ കുമ്പസാരിപ്പിച്ചു, കൗൺസിലിംഗ് കൊടുത്തു, എല്ലാവർക്കും കൂടി പ്രാർത്ഥിച്ചു. എന്തോ ഒരു ഉണർവാണ് ഉണ്ടായത്. ഈ ഡെഫ് ആൻഡ് ഡംബ് ആൾക്കാരിൽ വിദ്യാഭ്യാസമുള്ള ആൾക്കാരുണ്ട്, കലാകാരന്മാരുണ്ട്, അവരുടെ കൂടെ ചിത്രം വരയ്ക്കുന്നവരുണ്ട്, അവർക്ക് കമ്പ്യൂട്ടർ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, വിവാഹം കഴിച്ച ആൾക്കാരുണ്ട്. അതായത് മാനുഷിക രീതിയിൽ എല്ലാ കഴിവുകളും അവർക്കുണ്ട്. അവർക്ക് സംസാരിക്കാനാവുന്നില്ല, കേൾക്കാനാവുന്നില്ല എന്നൊരു കുറയുള്ളൂ. അതുകൊണ്ട് അവരുടെ സുവിശേഷം ഞാനന്ന് കണ്ടു. അവരെത്ര ഭംഗിയായിട്ട് അവിടെ കൂട്ടായ്മയിൽ അവർ സംസാരിക്കുന്നു. ഞാൻ പുറമേ നിന്ന് കണ്ട ഏറ്റവും രസകരമായ കാര്യം ഇവർ സംസാരിക്കുന്നതാണ്. ഇവിടെ ഭാഷ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു രീതി മാത്രമാണ്. അത് പല രീതിയിൽ നമുക്കറിയാം. നാവും ഈ 32 പല്ലും ഈ ചുണ്ടും കൂടെ ഉണ്ടാക്കുന്ന സ്വരമാണ് ഭാഷ. അത് പല രീതിയിലുണ്ടാക്കുക. മലയാളി ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക രീതി ഉണ്ടാക്കും, അത് മലയാളം നമ്മൾ പറഞ്ഞു. തമിഴുണ്ടാക്കും വേറെ രീതിയിൽ പറഞ്ഞു, അത് തമിഴെന്ന് പറഞ്ഞു. എല്ലാവരും ഈ സ്വരം ഉണ്ടാക്കുന്ന ഈ ഭാഗം കൊണ്ടാണ്. ഇവരുണ്ടാക്കുന്ന സ്വരവും വേറെ രീതിയിലാണ്. അത് മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അത് മനസ്സിലാക്കി കഴിയുമ്പോൾ അവരവരുടെ രീതി അങ്ങനെ മനസ്സിലാക്കുന്ന ആളുകൾ കൂടി അവർ സംസാരിക്കുകയാണ്. ക്ലാസ് എടുത്തുകൊണ്ടപ്പോൾ ഞാൻ കണ്ടു അച്ഛനും കൈവരൽ 2 കൂടെ ഇങ്ങനെ മേശപ്പുറത്ത് കുത്തി കാണിച്ചാൽ അതിനർത്ഥം എഴുന്നേറ്റ് നിൽക്കാനാണ്.
ഞാൻ പറഞ്ഞു, അച്ഛാ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കൂ എന്നൊക്കെ പറഞ്ഞേക്കാൾ വെറുതെ ഇങ്ങനെ ആക്ഷൻ കാണിച്ചാൽ പെട്ടെന്ന് മനസ്സിലായി അവർക്ക്. വിരലെണ്ണം മടക്കി കാണിച്ചാൽ മുട്ടുകുത്താനാ. അതായത് അവർ കൈയടിക്കില്ല, അവർ കൈ ഇങ്ങനെ വിറപ്പിക്കുകയുള്ളൂ. അതായത് അവരുടെ ഒരു ഭാഷയുണ്ട്. അവരും നമ്മുടെ ഒപ്പമാണ്. അവർക്ക് സുവിശേഷം ആവശ്യമുണ്ട്. അച്ഛൻ പറഞ്ഞു, അച്ഛാ അവർക്കും ദൈവാത്മ പറഞ്ഞു കൊടുക്കണ്ടേ? ജീവിതത്തിൽ അവരും പാപം ചെയ്യാൻ ജീവിക്കണ്ടേ? അവർക്കും പരിശുദ്ധാത്മന്ത്രയെ വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? എല്ലാവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചും എല്ലാവരുടെ തെറ്റിയെ കുരിശ് വരച്ചും തൈലം പൂശിയും അവരെല്ലാവരും അഭിഷേകം ചെയ്യുകയും ചെയ്തു. വളരെ നല്ല അനുഭവമായിട്ട് എല്ലാവരും പോയത്. അവർ തന്നെ പറഞ്ഞു, ഇനിയും വേണം അച്ഛാന്ന്. 2 മാസം കൂടുമ്പോൾ ഇങ്ങനൊരു ശുശ്രൂഷയൊക്കെ വീണ്ടും വെക്കണമെന്ന് ഞാനും ആലോചിക്കാം. സുവിശേഷം പുതിയ മേഖലകളിലേക്ക് എത്തുകയല്ലേ പ്രിയപ്പെട്ടവരെ? മുഖ്യധാരയിൽ നിൽക്കുന്ന ആളുകളിലേക്ക് മാത്രം പോയാൽ പോരാ സുവിശേഷം. ഇങ്ങനെ അല്ലാത്ത ആളുകളിലേക്ക് എത്തണം. ഞാൻ അതുപോലെ ചിന്തിക്കുന്നുണ്ട്. ഇനി ബ്ലൈൻഡായ ആളുകൾക്ക് വേണ്ടി സുവിശേഷ പ്രവേശനം കൊടുക്കുന്നതിനെക്കുറിച്ച്, ഡെഫ് ആൻഡ് ഡംബ് ആൾക്കാർ സുവിശേഷ പ്രവേശനം കൊടുക്കുന്നതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ബുദ്ധിവൈകല്യമുള്ളവർ കൊടുക്കുന്നതിനെക്കുറിച്ച്, ഈ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന അനവധി അച്ഛന്മാർ, സിസ്റ്റേഴ്സും ബ്രദേഴ്സും നല്ല സൽമായ സഹോദരമുണ്ട്. ഇവരൊക്കെ ഞാൻ അഭിനന്ദിക്കുകയാണ്. പൂവിട്ട് പൂജിക്കുന്ന പോലെ അവരെ ഞാൻ ആദരിക്കാം. പ്രത്യേകിച്ച് മന്ദബുദ്ധികളായ കുഞ്ഞുങ്ങളെ നോക്കുന്നവർ, ബ്ലൈൻഡായ ആളുകളെ നോക്കുന്നവർ, ഡെഫ് ആൻഡ് ഡംബായ ആളുകളെ നോക്കുന്നവർ, വികലാംഗരെ നോക്കുന്നവർ, അവരൊക്കെ അവരുടെ രീതിയിലേക്ക് താഴ്ന്നു നിന്നേ അവരോട് സംസാരിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഓർക്കും, എനിക്കൊന്നും അത് ചെയ്യാനുള്ള കഴിവില്ലായിരിക്കാം, പക്ഷെ കാരണം എൻ്റെ മനസ്സ് അത്ര താഴില്ലായിരിക്കും. അവരൊക്കെ ആ കുഞ്ഞുങ്ങളുടെ ശൈലിയിലേക്ക് താഴ്ന്ന് അവിടെ മനസ്സാക്കുമ്പോൾ വലിയൊരു പ്രേക്ഷ ദൗത്യമാണ് ചെയ്തു വന്നത്. ഹെബ്രായ ലേഖനത്തിൻ്റെ 12-ാം അധ്യായത്തിൽ 12-ാം വചനമുണ്ട്. പ്രിയപ്പെട്ടവരെ, തളർന്ന കൈകളും തളർന്ന കാൽമുട്ടുകളും ഉള്ളവർ ഒരുപാട് പേര് ഭൂമിയിലുണ്ട്. 12-ാം അധ്യായത്തെ വചനം ഞാനിങ്ങനെ വായിച്ച് കേൾപ്പിക്കാം. അതിനാൽ തളർന്ന കൈകളെയും ബലമില്ലാത്ത കാൽമുട്ടുകളെയും ശക്തിപ്പെടുത്തുകയും മുടന്തുള്ള പാദങ്ങൾ സന്ധി വിട്ട് ഇടറിപ്പോകാതെ സുഖപ്പെടുത്താൻ തക്കവിധം അവർക്ക് നേർവഴി ഒരുക്കുവിൻ. ചിലർക്ക് നമ്മൾ നേർവഴി ഒരുക്കി കൊടുക്കേണ്ടി വരും. ഈ റഫായ വഴി കിടന്ന് നടക്കാൻ അവർക്ക് പറ്റില്ല. നമ്മളാണ് നേർവഴി ഒരുക്കി കൊടുക്കേണ്ടത്. നമ്മുടെ ഭാഷ മനസ്സാകാത്തവർക്ക് വേണ്ടി അവരുടെ ഭാഷയിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമ്മുടെ കാഴ്ചകളില്ലാത്തവർക്ക് വേണ്ടി അവരുടെ രീതിയിൽ നമ്മൾ പെരുമാറണം. അതായത് അതൊരു സുവിശേഷത്തിൻ്റെ പുതിയ മാനങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെ ഓർക്കും, നമ്മുടെ തോമാസ് ശ്ലീഹായും നമ്മുടെ ഫ്രാൻസിസ് സേവറും നമ്മുടെ ജോൺ പൊട്ട പുണ്യവാനൊക്കെ വിദേശികളായിരുന്നു. അവർ ഈ നാട്ടിൽ വന്ന് ഇവിടുത്തെ ഭാഷ പഠിച്ച് ഇവിടുത്തെ ശൈലി ജീവിച്ച് നമുക്ക് സുവിശേഷം പറഞ്ഞു തന്നില്ലേ? അവർ ഒരു കാരണവശാൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത ചൂടുള്ള കാലാവസ്ഥ അവരോട് വന്നില്ലേ? ഫ്രാൻസിസ് സേവർ പുണ്യവാളനൊക്കെ പാരീസ് സർവകലാശാലയിലെ പ്രൊഫസർ ഉദ്യോഗം രാജിവെച്ച് വന്ന് നമ്മുടെ നേളത്തിൽ വന്ന് ഇവിടുത്തെ മലയാള ഭാഷ, ലോകത്തെ ഏറ്റവും പഠിക്കാൻ വിഷമമുള്ള മലയാളം ഭാഷ പഠിച്ച് ഇവിടുത്തെ ആളുകളോട് സംസാരിച്ച് എത്രയോ ആളുകളെയാണ് സുവിശേഷത്തിലേക്ക് കൊണ്ടുവന്നത്. ജോൺ ബ്രിട്ടോ എന്ന പുണ്യവാളൻ തമിഴ്നാട്ടിലെ മേഖലയിൽ സുവിശേഷം പ്രസംഗിച്ച് എത്രയോ പേരെ യേശുവിലേക്ക് അടുപ്പിച്ചത്. അതായത് അവർ ഈ ഭാഷ സ്വന്തമാക്കുക. അതുപോലെ നമ്മൾ ഓർക്കണം, നമ്മുടെ ഭാഷ മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകൾക്ക് വേണ്ടി അവരുടെ ഭാഷയിൽ അവരുടെ രീതിയിൽ നമ്മൾ സുവിശേഷം പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. ഇനി കാലഘട്ടത്തിൽ സുവിശേഷങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തരും. അതായത് അവർക്ക് സ്നേഹമുണ്ട്, അവർക്ക് സന്തോഷമുണ്ട്, അവർക്ക് കൂട്ടിഷ്ടമാണ്. ആ പയ്യൻ എന്നെ തോണ്ടിയത് അവനും കൂട്ടിഷ്ടമായതുകൊണ്ട് തന്നെയാണ്. അവന് സന്തോഷമുണ്ട്, അതുകൊണ്ട് അവൻ ചിരിച്ചു കാണിച്ചത്. അവന് സ്നേഹം ഇഷ്ടമുണ്ട്, അതുകൊണ്ട് അവൻ എനിക്ക് കത്തെഴുതാം, അച്ഛൻ എനിക്ക് ഇഷ്ടമാണെന്ന് എഴുതുന്നത്. അവൻ്റെ അമ്മ പറഞ്ഞു, അച്ഛാ ഇനി അവൻ പഠനം പറഞ്ഞിരിക്കുക, അല്ല അച്ഛനെ ഇഷ്ടപ്പെട്ട അച്ഛാന്ന് പറഞ്ഞത്. അവനെ സ്നേഹിക്കേണ്ടത് എൻ്റെ ദൗത്യമല്ലേ? അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ സുവിശേഷത്തിൻ്റെ വ്യത്യസ്തമായ ആവിഷ്കാരങ്ങൾ ചിന്തിക്കണം. വേർഡ് ഓഫ് ഗോഡ് ഇൻ ഡിഫറെൻറ്റ് മോൾഡ് ആൻഡ് മെറ്റൽ. പുതിയ ശൈലികളിലേക്ക് സുവിശേഷ വചനങ്ങൾ കടത്തിവിടണം. എന്നും കേൾക്കുന്ന ഫ്രെയിം വർക്കുകളല്ല. ഒരു കാലഘട്ടങ്ങളിൽ നമ്മുടെ അച്ഛന്മാരുടെ പള്ളിപ്രസംഗങ്ങളിൽ വെറും പ്രസംഗമായിരുന്നു. പിന്നെ കുറച്ച് കഥയൊക്കെ പറയാൻ തുടങ്ങി. ഇപ്പം കുറച്ചും കൂടെ പവർ പോയിൻ്റ് പറയാൻ തുടങ്ങി. പിന്നെ ഇപ്പോൾ സൈഡൊക്കെ കാണിച്ചു തുടങ്ങി. ഇപ്പോൾ നന്നായി ഓഡിയോ മീഡിയ ഒക്കെ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയില്ലേ? ഇതുപോലെ തന്നെ നമ്മുടെ സുവിശേഷ പ്രവർത്തന പുതിയ ശൈലികളാണ് ഇങ്ങനെയുള്ള ആളുകളിലേക്ക് എത്താന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ മനസ്സുകളിലും അത്ര ആളുകളുടെ അനുകമ്പയും സ്നേഹം ഉണ്ടാകട്ടെ. അവരെയും കുടുംബത്തെ കൂട്ടിച്ചേർത്ത് നടത്തട്ടെ. അവരോട് ഈശോയെക്കുറിച്ച് പറയട്ടെ. പലപ്പോഴും നാക്കുകൊണ്ടല്ലായിരിക്കാം, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഈശോയെക്കുറിച്ച് പറയട്ടെ. അങ്ങനെ സുവിശേഷത്തിൻ്റെ സന്തോഷ സ്നേഹം അവരുടെ ജീവിതങ്ങളിൽ എത്തട്ടെ എന്ന് ആഗ്രഹിക്കാം. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, നിൻ്റെ വലിയ കാരുണ്യത്തിനായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
ഞങ്ങളുടെ കൂടെ ജീവിക്കുന്ന എല്ലാ ബലഹീനതയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഡെഫ് ആൻഡ് ഡംബായ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജന്മന അവർക്കുണ്ടായ വൈകല്യത്തിന് മേൽ കരുണയാകണമേ. അവരുടെ മേൽ സുവിശേഷത്തിൻ്റെ സ്നേഹവും സന്തോഷവും വർഷിച്ചു കൊടുക്കണമേ. യേശുവിൻ്റെ സമാധാനവും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അവിടെ മേൽ വർഷിക്കണമേ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.